ഓക്കെ, 3 രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കാം. ഫസ്റ്റ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോളത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കൊടുക്കാം. അതായത് കോളേജിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് CET-യിൽ ഏത് കോഴ്സ് കിട്ടിയാലും ഞാൻ പോകാൻ തയ്യാറാണ്. ECO, ട്രിപ്പിളിയോ, CSCO ഏതാണെങ്കിലും ഞാൻ അവിടെ പോകാൻ തയ്യാറാണ്. അല്ലെങ്കിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ, അല്ലെങ്കിൽ NSS-ൽ, TKM-ൽ ഏത് കോഴ്സ് ആയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളവർക്ക് ഫസ്റ്റ് കോളത്തിൽ കൊടുത്ത പോലെ കൊടുക്കാം. ആദ്യം ഞാൻ കൊടുത്തു. ഇതിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ആദ്യത്തേത് കോളേജ് കോഡും പിന്നെ ഉള്ളത് കോഴ്സിന്റെ കോഡുമാണ്. PG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, CSE എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അങ്ങനെ അപ്പൊ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ കോളേജ് കോഡ് ആൻഡ് കോഴ്സ് കോഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. കോളേജ് കോഡ്, കോഴ്സ് കോഡ് ഒക്കെ നിങ്ങൾ പ്രോസ്പെക്ടസിൽ കറക്റ്റ് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. അപ്പൊ ഞാൻ ഓപ്ഷൻ കൊടുക്കട്ടെ, എനിക്ക് കോളേജ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ ആദ്യത്തെ കോളേജിൽ EC കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. അടുത്തത് TCR, ഇത് നെക്സ്റ്റ് കോളേജിൽ EC കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. അടുത്തത് TKM-ൽ EC കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. NSS കോളേജിൽ EC കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. അപ്പൊ എന്റെ കോളേജ് പ്രിഫറൻസ് ആണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതില് നമുക്കിപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് മുന്നേ ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ കിട്ടുന്നതിനകത്ത് യാതൊരു കാര്യമില്ല, ആ കോളേജിൽ നമുക്ക് കിട്ടണമെന്നില്ല. അത് ജസ്റ്റ് ആസ് എ പ്രൊസീജിയർ നമുക്ക് വരുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ടോക്കൺ ഫീ അടച്ച് നമ്മൾ ആ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ കോളേജിൽ പോവുകയോ ബാക്കി ഉള്ള അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയർ ഒന്നും വരുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം, 6ാമത് കൊടുത്ത ഓപ്ഷൻ ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ അങ്ങനെ 6ാമത്തെയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോക്കൺ അടച്ച് ഈ സീറ്റ് അങ്ങ് നമ്മൾ ബുക്ക് ചെയ്യുന്നു. ഓക്കെ, ഓട്ടോമാറ്റിക്കലി 7 മുതൽ 12 വരെയുള്ള നമ്മുടെ എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് ഒരിക്കലും 7 മുതൽ 12 വരെയുള്ള ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടില്ല. ക്ലിയർ ആയല്ലോ? പിന്നെ നമുക്ക് സാധ്യതയുള്ളത് 1 മുതൽ 5 വരെയുള്ള കോളേജിലാണ്. ഓക്കെ, ഈ 1 മുതൽ 5 വരെയുള്ള കോളേജിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷേ അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ആദ്യം കിട്ടിയ 6ാമത്തെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ മുകളിലുള്ള കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. പിന്നെ എനിക്ക് 6ാമത്തെ മതിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു പ്രൊവിഷൻ ഉണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ ആ സമയത്ത് ഒരു ഓപ്ഷൻ തരും. അപ്പൊ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ 6ാമത്തെ കോളേജ് കൺഫേം, അവിടെ പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. നമുക്കൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് വരുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അതിന് മുകളിൽ വരുന്നത് മാത്രമേ അടുത്ത അലോട്ട്മെന്റിന് പരിഗണിക്കുകയുള്ളൂ. അടുത്ത അലോട്ട്മെന്റിൽ അവിടെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ അങ്ങോട്ട് മാറണം. മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കിട്ടിയത് നിലനിൽക്കില്ല. നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നിന്നും, അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും നമ്മൾ പുറത്താവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചാൻസ് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പൊ കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആ സമയത്ത് ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പോ ആ ഒരു പ്രോസസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കോളത്തിൽ കൊടുത്ത പോലെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ഇപ്പോ ഒരു സ്റ്റുഡന്റിന് എനിക്ക് ഏത് കോളേജ് ആയാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് EC കിട്ടണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഈ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്ത പോലെ ഓപ്ഷൻസ് കൊടുക്കാം. കോളേജസ് മാറ്റി EC കൊടുക്കും. അതിനുശേഷം EC ഇനിയിപ്പോ ഞാൻ വിചാരിച്ചത്, ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയതുകൊണ്ടാണ് 4 കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 5, 6, 10, 15 കോളേജിൽ EC കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ CSEക്ക് പോകുന്നുള്ളൂ, അത് അതിന്റെ താഴെ കൊടുക്കാം. ഇനി ഇതല്ല, എനിക്കിനി ഏത് കോളേജിലാണെങ്കിലും EC ആണെങ്കിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കോളേജിലും EC മാത്രം ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ നിർത്താം. കാരണം EC അല്ലാതെ മറ്റൊരു സബ്ജക്റ്റും പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും അപ്ലിക്കബിൾ ആണ്. നമുക്കിപ്പം 3ാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയാൽ താഴേക്കുള്ളത് പിന്നെ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല. അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിൽ 1ഓ 2ഓ കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ 3ൽ തന്നെ നമുക്ക് നിൽക്കാം. ഇനി 3ൽ നമുക്ക് കിട്ടി 1ഉം 2ഉം വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. സെയിം പ്രൊസീജിയർ.
ഇനി മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സഡ് ആയിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പം ഒരു കോളേജിൽ ഈസി ആണെങ്കിൽ എനിക്ക് വേണം, പക്ഷെ ആ കോളേജ് എനിക്ക് ട്രിപ്പിളിയോ CSCയോ മെക്കോ സിവിലോ ആണെങ്കിൽ എനിക്ക് വേണ്ട. അങ്ങനെ ഒരു കോളേജ് ആൻഡ് കോഴ്സ് കോമ്പിനേഷൻ പ്രിഫർ ചെയ്യുന്നവർക്ക് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാം. അവിടെയും ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുന്നത് നിങ്ങൾ അത് ഫസ്റ്റ് ആ കിട്ടുന്ന കോഴ്സ് ആൻഡ് കോളേജ് നമ്മൾ അത് കൃത്യമായിട്ട് ടോക്കൺ ഫീ അടച്ച് നമ്മൾ അത് നമ്മുടെ ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ആയിട്ട് നമ്മൾ അത് ഓപ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. ലോവർ ഓപ്ഷൻസിനെ പറ്റി പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി. അപ്പൊ ഇതാണ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ കുറെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഓപ്ഷൻ കൊടുത്താൽ ഇങ്ങനെ പോകുന്നത്. അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അത് പറഞ്ഞത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോളേജുകളും കോഴ്സുകളും ഒക്കെ എടുത്തു വെച്ച് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കോളേജിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കോഴ്സിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് കോളേജ് ആൻഡ് കോഴ്സ് കോമ്പിനേഷൻ ആണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. നമുക്ക് ഏത് കോളേജിൽ, ഇന്ന കോളേജിൽ തന്നെ പോകണം, അല്ലെങ്കിൽ നമുക്ക് കോഴ്സ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ കോഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മൾ നല്ല കോളേജ് എടുക്കാം, നല്ല കോളേജ് തന്നെ നോക്കണം. പക്ഷെ അവിടെയും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് 4 വർഷം പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ളതാണ്. നമ്മൾ എന്ത് പഠിക്കുന്നോ അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ താല്പര്യത്തോടു കൂടി വേണം നമ്മൾ ഏത് കോഴ്സും സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുശേഷമാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. യെസ്, നമുക്ക് അലോട്ട്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾക്ക് അതായത് എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ് എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന അത് ഇന്ന കോളേജ് ഇന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോളേജും കോഴ്സും നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷമാണ് പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരിക. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടോക്കൺ ഫീ അടച്ച് നമ്മൾ അത് ആ ഒരു സീറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് മുകളിലേക്കുള്ള ഓപ്ഷൻസ് മാത്രമേ പിന്നീട് ഉണ്ടാവുള്ളൂ. താഴെയുള്ളത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. മുകളിലുള്ളത് നമുക്ക് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അത് നമുക്ക് അതിൽ ചൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. എല്ലാം കൂടി ഡിലീറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ മുകളിലുള്ള ഒരു 1 2 എണ്ണോ മാത്രം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാൻ, അതിനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സബ്സിക്വന്റ് അലോട്ട്മെന്റ് ഒക്കെ ആ സമയത്തേ വരുള്ളൂ. തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാവോ അതോ പിന്നെ നമുക്ക് ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ അത് വാക്കന്റ് ആയിട്ട് വരുന്ന സീറ്റുകളൊക്കെ മോപ്പപ്പ് അലോട്ട്മെന്റ് എന്നുള്ള പ്രോസസ് ഒക്കെ അതൊക്കെ നമുക്ക് അതാത് സമയത്ത് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പൊ ഇതാണ് പ്രൊസീജിയർ. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുന്നതോടുകൂടി നമ്മൾ പിന്നെ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുകയും ആ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ അതാത് സമയത്ത് കൃത്യമായി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൃത്യമായി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.